ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ സയ്യിദ് അവറുകൾ, സമസ്തയുടെയും കേരള മുസ്ലിം ജമാഅത്തിൻ്റെയും SYSൻ്റെയും നേതാക്കൾ, വേദിയിലിരിക്കുന്ന താന്നൂർ MLA പ്രിയങ്കരനായ നവാസ് സാർ, SSFൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, വൈലത്തൂർ ഡിവിഷൻ സാഹിത്യോത്സവിൽ വ്യത്യസ്തങ്ങളായ മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട കുട്ടികളെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, BU ഫൈൻഡിങ് യുണീക്ക്നെസ് എന്നുള്ളതാണ് ഈ വർഷത്തെ ഡിവിഷൻ സാഹിത്യോത്സവിന് പ്രമേയമായി മുന്നോട്ട് വച്ചിട്ടുള്ളത്. പുതിയ ലോകക്രമങ്ങളിലെ ജീവിതങ്ങളിൽ വളരെ ആഴത്തിൽ ചർച്ച ചെയ്യേണ്ടതും വ്യത്യസ്തങ്ങളായ ഒരുപാട് ആശയ അടിത്തറയുള്ളതുമായ ഒരു പ്രമേയം ചുരുങ്ങിയ വാക്കുകളിൽ ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞു വെക്കുക എന്നുള്ളത് തികച്ചും ശ്രമകരമായതുകൊണ്ട് തന്നെ ഏതാനും സൂചനകൾ മാത്രം നൽകി ഞാൻ അവസാനിപ്പിക്കും. പ്രധാനമായും 2 ഭാഗമാണ് ഒറ്റ നോട്ടത്തിൽ ഈ പ്രമേയത്തിലുള്ളത്. BU എന്നുള്ളതാണ്, ഫൈൻഡിങ് യുണീക്ക്നെസ് എന്നുള്ളതാണ്. നീ ആയിരിക്കുക, നിങ്ങളായിരിക്കുക എന്നൊക്കെയാണ് BU എന്നതുകൊണ്ട് ഒറ്റ നോട്ടത്തിൽ അർത്ഥമാക്കുന്നത്. അതൊരു വ്യക്തിയെ പ്രതിപാദിക്കുന്നതാകാം, ഒരുപാട് വ്യക്തികൾ കൂടിച്ചേർന്നുണ്ടാകുന്ന ഒരു സമൂഹത്തെ, ഒരു സ്ഥലത്തെ ഒക്കെ പറയുന്നതാവാം. രണ്ടാമത്തെ ഭാഗം ഫൈൻഡിങ് യുണീക്ക്നെസ് എന്നുള്ളതാണ്. അനന്യമായ, തനതായ, അതുല്യമായ ഒരുപാട് വിശേഷണങ്ങളുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത്തരം ജീവിതത്തിൻ്റെ അനന്യതയെ കണ്ടെത്തുന്നതിലേക്ക്, അതിനെപ്പറ്റി ആലോചിക്കുന്നതിലേക്ക് ഡയറക്ഷൻ നൽകുന്നതാണ് ഫൈൻഡിങ് യുണീക്ക്നെസ് എന്നുള്ളത്. അനന്യമായ ജീവിതത്തെ, അനന്യമായ, അതുല്യമായ, സവിശേഷമായ ജീവിത വഴികളെ കണ്ടെത്തി നിങ്ങളായി തന്നെ ഇരിക്കാൻ വേണ്ടി പറയുകയാണ് ഒറ്റവാക്കിൽ പ്രമേയം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ പ്രപഞ്ചം വളരെ വൈവിധ്യമാണ്. ഒരുപാട് ഗ്രഹങ്ങളും ഗാലക്സികളും നക്ഷത്രങ്ങളും ക്ലസ്റ്ററുകളിലുമൊക്കെയായി ചേതനവും അചേതനവുമായ വസ്തുക്കൾ നിറഞ്ഞു നിൽക്കുന്നതാണ്, വൈവിധ്യങ്ങളുടെ നിലവറയാണ് നമ്മുടെ പ്രപഞ്ചം എന്ന് പറയുന്നത്. ഏകദേശം 2 ട്രില്യൺ ഗാലക്സികൾ തന്നെ നമ്മുടെ പ്രപഞ്ചത്തിലുണ്ട്. ആകാശഗംഗയെന്നും ക്ഷീരപഥമെന്നുമൊക്കെ നാം സ്കൂളിൽ പഠിക്കുന്ന ഗാലക്സികളുടെ എണ്ണം മാത്രം 2 ട്രില്യണാണ്. ഓരോ ഗാലക്സിയിലും ട്രില്യൺ കണക്കിന് സ്റ്റാറുകളുണ്ട്, നക്ഷത്രങ്ങളുണ്ട്. ഇങ്ങനെ വളരെ വൈവിധ്യമായ ഈ പ്രപഞ്ചം വ്യത്യസ്തങ്ങളായ മൂലകങ്ങളാൽ നിർമ്മിതമാണ്. നാം സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഹൈഡ്രജൻ, ഹീലിയം, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ പോലത്തെ 100ൽ പരം വിവിധങ്ങളായ ഘടകങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തിലാണ് ഞാനും നിങ്ങൾ ഉൾപ്പെടെയുള്ള, മനുഷ്യരുൾപ്പെടെയുള്ള ജീവജാലങ്ങൾ വസിക്കുന്നത്. ഭൂമിയിലെ ജൈവ വൈവിധ്യം മാത്രം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 8.7 മില്യൺ സ്പീഷീസുകൾ ഭൂമിയിലുണ്ടെന്നാണ്. ഈ 8.7 മില്യൺ സ്പീഷീസുകളിൽ വെറും 1.7 മില്യൺ തൊട്ട് 2 മില്യൺ സ്പീഷീസുകളെ പറ്റി മാത്രമാണ് ഇതുവരെ സയൻസ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഇതുവരെ എൻ്റെയും നിങ്ങളുടെയും ലോക മനുഷ്യരുടെയും വിവരം നമ്മുടെ ഭൂമിയിലെ മൊത്തം ജൈവ വൈവിധ്യത്തിൻ്റെ 80-85% അതിൽ 80-85% നമുക്ക് ഒരു അറിവുമില്ല എന്നുള്ളതാണ്. വെറും 15-20% മാത്രമാണ് നമുക്കുള്ള വിവരം എന്ന് പറയുന്നത്. 8.7 മില്യൺ സ്പീഷീസുകളിൽ 2 മില്യൺ സ്പീഷീസുകളെ പറ്റി മാത്രമാണ് മനുഷ്യരുടെ വിവരം എന്ന് പറയുന്നത്. ബാക്കി 80-85% സ്പീഷീസുകളെ പറ്റിയും ഇനിയും പഠിക്കാനാണ്, ഇനിയും അറിയാനാണ്, ഇനിയും കണ്ടെത്താനാണ്.
അതിനുള്ള ശ്രമത്തിലാണ് ശാസ്ത്രലോകം. നമുക്ക് ചുറ്റുമുള്ള സസ്യങ്ങളെ മാത്രം എടുത്തു കഴിഞ്ഞാൽ 3,90,000 സ്പീഷീസുകളാണ് സസ്യങ്ങളായി മാത്രം നമ്മുടെ ഈ ഡൈവേഴ്സിറ്റിയിലുള്ളത്, അതല്ലെങ്കിൽ നമ്മുടെ ആവാസ വ്യവസ്ഥയിലുള്ളത്. മനുഷ്യ ശരീരത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 46 ക്രോമസോമുകളിലായി ഏകദേശം 20,000 തരം ജീനുകളിലായി 200 ടൈപ്പ് കോശ വിഭാഗങ്ങളിലായി 37 ട്രില്യൺ കോശങ്ങളാണ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിലുള്ളത്. 37 ട്രില്യൺ കോശങ്ങളാണ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിലുള്ളത്. ഈ കോശങ്ങൾ ഏകദേശം 1 ലക്ഷം തരം പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും വൈവിധ്യമാണ് നമ്മുടെ പ്രപഞ്ചം. നമ്മുടെ ജൈവ വൈവിധ്യം നിറഞ്ഞതാണ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി, നമ്മുടെ ആവാസ വ്യവസ്ഥ, എക്കോസിസ്റ്റം. മനുഷ്യ ശരീരം പോലും ഇത്രയും വലിയ വൈവിധ്യം നിറഞ്ഞതാണ്. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ പോലും ഒരുപാട് മറ്റനേകം സൂക്ഷ്മജീവികളുണ്ട്. ഒരു മനുഷ്യൻ പോലും ഒരൊറ്റ ജീവിയല്ല. ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് ഉള്ള, മൈക്രോബയോമുള്ള ഏകദേശം 38 ട്രില്യൺ തന്നെ മനുഷ്യ ശരീരത്തിലെ കോശങ്ങൾക്ക് തുല്യമായ അത്ര എണ്ണം തന്നെ കോശങ്ങൾ മൈക്രോ ജീവികളുടെ, സൂക്ഷ്മജീവികളുടെ കോശങ്ങളുള്ള വലിയ ആവാസ വ്യവസ്ഥ തന്നെയാണ് ഓരോ മനുഷ്യരെന്ന് പറയുന്നത്. നമ്മുടെ കുടലിൽ ഏകദേശം 1000 ബാക്ടീരിയകളുടെ സ്പീഷീസുകൾ ഉണ്ടെന്നാണ്. ഞാനിത് പറഞ്ഞത് നാം ജീവിക്കുന്നത് വളരെ വൈവിധ്യം നിറഞ്ഞൊരു സാഹചര്യത്തിലാണ്. നാം ജീവിക്കുന്നത് വളരെ വൈവിധ്യങ്ങളായ ജന്തുക്കൾ, ജീവജാലങ്ങൾ, സ്പീഷീസുകൾ ഒത്തൊരുമിച്ച് കോഹാബിറ്റേറ്റായി ജീവിക്കുന്ന ഒരു സംവിധാനത്തിലാണ്, ഒരു എക്കോസിസ്റ്റത്തിലാണ്. ഇങ്ങനെ പലതരത്തിലുള്ള വൈവിധ്യങ്ങൾ ഉണ്ടാകുമ്പോഴും, ഇങ്ങനെ പലതരത്തിലുള്ള വ്യത്യസ്തതകൾ ഉണ്ടാകുമ്പോഴും ഓരോ ആറ്റവും വ്യതിരിക്തമായി നിൽക്കുന്നു എന്നുള്ളതാണ്. അതിലെ ഓരോ തന്മാത്രയും വ്യത്യസ്തനായി യുണീക്കായി നിൽക്കുന്നു എന്നുള്ളതാണ്. ഓരോ ആറ്റവും, ഓരോ തന്മാത്രയും, ഓരോ കോശവും, ആ കോശങ്ങൾ ചേർന്നുണ്ടാകുന്ന കലകളും, ആ കലകൾ ചേർന്നുണ്ടാകുന്ന ജീവികളും എല്ലാവരും യുണീക്കാണ്. എല്ലാവരും തനതായ സവിശേഷതകളുള്ളവരാണ്. എല്ലാവർക്കും അതിൻ്റെതായ സവിശേഷതകളും വിശേഷങ്ങളും യുണീക്ക്നെസ്സും ഉള്ളതാണ്. ഒരൊറ്റ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ്സ്, നമ്മുടെ വിരലടയാളം എന്ന് പറയുന്നത് ഒരു ഗർഭസ്ഥ ശിശുവിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 10 ആഴ്ച തൊട്ട് ആ വിരലടയാളത്തിൻ്റെ ഡെവലപ്മെൻറ്റ് തുടങ്ങുകയാണ്. 24 ആഴ്ചയാകുന്നതോടെ ആ വിരലടയാളം പൂർണ്ണമായും ഡെവലപ്പായി മാറുന്നു, പെർമനൻ്റായി മാറുന്നു. 24 ആഴ്ച ആകുന്ന ഗർഭസ്ഥ ശിശുവിന് പിന്നെ മരണം വരെ ആ വിരലടയാളത്തിന് യാതൊരുവിധ വ്യത്യാസവുമില്ല എന്നുള്ളതാണ്. വിരലടയാളം ആളുകളെ തിരിച്ചറിയാനുള്ള വലിയൊരു ഐഡൻറ്റിറ്റിയായി ഫിംഗർ പ്രിൻ്റ് മാറുന്നത് എങ്ങനെയാണ്? ഇതിനോട് കൂടെ വായിക്കേണ്ട മറ്റൊരു ഫിംഗർ പ്രിൻ്റാണ് ഫങ്ഷണൽ ഫിംഗർ പ്രിൻ്റ് എന്നുള്ളത്. നാം കാണുമ്പോൾ നമ്മുടെ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും തലച്ചോറുണ്ട്, അതിന് പുറമെ കോർട്ടെക്സ് ഉണ്ട്, ഒരു സെറിബെല്ലം എന്ന പാർട്ടുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പാർട്ടുകളുള്ള ഈ തലച്ചോറ്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ഫിംഗർ പ്രിൻ്റുകൾ വ്യത്യസ്തമായിരിക്കുന്നത് പോലെ, നമ്മുടെ ഫിംഗർ പ്രിൻ്റുകൾ യുണീക്കായിരിക്കുന്നത് പോലെ ഈ തലച്ചോറുകളും യുണീക്കാണ്. ഏകദേശം 86 ബില്യൺ നാഡീകോശങ്ങളാണ് മനുഷ്യ തലച്ചോറിലുള്ളത്. ഓരോ നാഡീകോശങ്ങളും 1000 തൊട്ട് 10,000 തവണ പരസ്പരം കണക്ട് ചെയ്യപ്പെട്ടവയാണ്. ഓരോ കോശങ്ങളും, നാഡീകോശങ്ങളും 1000 തൊട്ട് 10,000 തവണ പലതരത്തിലുള്ള കണക്ഷനുകളിലൂടെ, നാഡീസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. ഇങ്ങനെ മനുഷ്യൻ്റെ തലച്ചോറിലുള്ള നാഡികൾ തമ്മിലുള്ള കണക്ഷനെ പറ്റി, അതിനെ മൊത്തത്തിൽ മാപ്പ് ചെയ്യുമ്പോൾ അതിനെപ്പറ്റി പറയുന്നതാണ് ഹ്യൂമൻ കണക്റ്റോം എന്നുള്ളത്. ഈ കണക്റ്റോം എന്നുള്ളത് ഓരോരോ വ്യക്തികളിലും വ്യത്യസ്തമാണ്. ഓരോ മനുഷ്യനിലും അത് യുണീക്കാണ്. ഒരു വ്യക്തിയുടെ തലച്ചോറിലെ നാഡികൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന രൂപത്തിലല്ല മറ്റൊരു വ്യക്തിയുടെ തലച്ചോറിലെ നാഡികൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതിനാണ് ഫങ്ഷണൽ ഫിംഗർ പ്രിൻ്റ് എന്ന് പറയുന്നത്. ഫങ്ഷണൽ MRI എന്ന സംവിധാനം ഉപയോഗിച്ച് ഈ കണക്റ്റോം ഒരു വ്യക്തിയുടെ തലച്ചോറിലെ നാഡികൾ തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതിൻ്റെ ആ വയറിങ്ങിൻ്റെ മാപ്പ് ചെയ്ത് ആളുകളെ ഐഡൻറ്റിറ്റി ചെയ്യാൻ, ആളുകളെ തിരിച്ചറിയാനുള്ള സംവിധാനങ്ങൾ മെഷീൻ ലേണിങ്ങിൻ്റെ ഈ പുതിയ കാലത്തുണ്ട് എന്നുള്ളതാണ് നേരത്തെ ഞാൻ പറഞ്ഞ, നാം എല്ലാവരും മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഫിംഗർ പ്രിൻറ്റിനോളം വളർന്ന് വികസിക്കുന്ന ഫങ്ഷണൽ ഫിംഗർ പ്രിൻ്റ് എന്നുള്ള ആശയം. പറഞ്ഞു വന്നത് നമ്മുടെ ഓരോരുത്തരുടെയും തലച്ചോറ് യുണീക്കാണ് എന്നുള്ളതാണ്.
നമ്മുടെ ഓരോരുത്തരുടെയും വിരലടയാളം എത്രമേൽ യുണീക്കാണ് എന്നതുപോലെ തന്നെ യുണീക്കാണ് നമ്മുടെ തലച്ചോറുകളും എന്നുള്ളതാണ്. നമുക്കിടയിൽ ഐഡന്റിക്കൽ ട്വിൻസ് ഉണ്ടാകും. ഒരേപോലെ ഒരൊറ്റ സിക്താണ്ഡത്തിൽ നിന്നും വിഭജിച്ച് പുറത്തു വരുന്ന ട്വിൻസ്. കാണാൻ ഒരുപോലെയായിരിക്കും, കണ്ണൊരുപോലെയായിരിക്കും, ചെവി ഒരുപോലെയായിരിക്കും, കൈ ഒരുപോലെയായിരിക്കും. ഈ ഐഡന്റിക്കൽ ട്വിൻസ് വളർന്നു വലുതാകുമ്പോൾ അവരുടെ സ്വഭാവം വേറെ വേറെയായി മാറുന്നു, അവരുടെ ചിന്താഗതി വേറെ വേറെയായി മാറുന്നു, അവരുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി വേറെ വേറെയായി മാറുന്നു. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ഐഡന്റിക്കൽ ട്വിൻസിന്റെ DNA ഒരുപോലെയാണ്. പിന്നെയും എങ്ങനെയാണ് ഇവരുടെ കാര്യത്തിൽ യുണീക്കാവുന്നത്? അവിടെയാണ് ബിഹേവിയറൽ എപ്പിജെനറ്റിക്സ് എന്ന പുതിയ പഠനശാഖ തന്നെ കടന്നു വരുന്നത്. നമ്മുടെ DNA പോലും ഒരുപോലെയാണെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിനിടക്ക് നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ യുണീക്ക്നെസ്സിൽ വ്യത്യാസം വരാം. നാം കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ച്, നമ്മുടെ ഉറക്കത്തിനനുസരിച്ച്, നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ച്, നമ്മുടെ രോഗങ്ങൾക്ക് അനുസരിച്ച്, നമ്മുടെ സ്ട്രെസ് ലെവലിനനുസരിച്ച്, നമ്മുടെ പാരൻറ്റിങ്ങിനനുസരിച്ച്, നമുക്ക് ലഭിക്കുന്ന ശിക്ഷണത്തിനനുസരിച്ച് DNA തുല്യമായ രണ്ട് മനുഷ്യന്മാർക്ക് തമ്മിൽ പോലും വ്യത്യാസങ്ങൾ വരാം. അത്രമേൽ യുണീക്കായിട്ടാണ് ഒരേ മനുഷ്യനെയും സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും യുണീക്കാണ്. നാഡികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന ഒരു രാസപദാർത്ഥമുണ്ട്. നാം എല്ലാവരും വായിച്ചിട്ടുണ്ടാവും, ഡോപ്പമിൻ ഉൾപ്പെടെയുള്ള. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ അളവ് യുണീക്കാണ്. എൻ്റെ ശരീരത്തിലെ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ അളവായിരിക്കില്ല മറ്റൊരാളുടെ ശരീരത്തിലുള്ളത്. നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളുടെ അളവ് യുണീക്കാണ്. കോർട്ടിസോൾ ഉൾപ്പെടെയുള്ള വ്യത്യസ്തങ്ങളായ ഡേ ടു ഡേ ജീവിതത്തിന് ആവശ്യമായ ഹോർമോണുകളുടെ അളവ് യുണീക്കാണ്. ലോകത്തൊരാളുടെ ഹോർമോണിന് തുല്യമായി അതേ തോതിലും ആഴത്തിലും ഹോർമോൺ ലെവലുള്ള മറ്റൊരാളെ കണ്ടെത്തുക പ്രയാസമാണ്. ഇങ്ങനെ നമ്മുടെ പ്രതിരോധം യുണീക്കാണ്. മേജർ ഹിസ്റ്റോ കമ്പാറ്റബിലിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്ന ആ പ്രതിരോധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് യുണീക്കായി കണ്ടുവരുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അത്രമേൽ വൈവിധ്യമുള്ളതാണ് പ്രപഞ്ചം, അത്രമേൽ വൈവിധ്യമുള്ളതാണ് നമ്മുടെ എക്കോസിസ്റ്റം, അത്രമേൽ വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ ആവാസ വ്യവസ്ഥ. അത്രമേൽ വൈവിധ്യങ്ങൾക്കിടയിലും ഓരോ ആറ്റവും, ഓരോ മോളിക്യൂളും, ഓരോ വ്യക്തിയും അതിൻ്റെ തനിമ നിലനിർത്തുന്നുണ്ട്, അതിൻ്റെ യുണീക്ക്നെസ് നിലനിർത്തുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ആ യുണീക്ക്നെസ് തിരിച്ചറിയുക എന്നുള്ളതാണ് ഒന്നുകൂടി വിവേകശാലികളായ ജീവികൾ എന്ന അർത്ഥത്തിൽ മനുഷ്യൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ പ്രമേയത്തിൽ BU എന്ന് പറയുന്നത്. നീ ആയിരിക്കുക, ഞാനായിരിക്കുക, നമ്മളായിരിക്കുക എന്ന് പറയുമ്പോൾ നാം അതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പായി നമ്മളെ തിരിച്ചറിയേണ്ടതുണ്ട്, നമ്മുടെ തനിമയെപ്പറ്റി മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മുടെ യുണീക്ക്നെസ്സിൻ്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ ഐഡൻറ്റിറ്റിയെ, നമ്മുടെ തനിമയെ, നമ്മുടെ യുണീക്ക്നെസ്സിനെ നമ്മൾ മനസ്സിലാക്കുമ്പോഴും മാത്രമാണ് നമുക്ക് നാം ആയിരിക്കാൻ സാധിക്കുക. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് മറ്റൊരാളുമായി കമ്പയർ ചെയ്യാനുള്ള അനാവശ്യ ത്വരയില്ലാതിരിക്കുക. അങ്ങനെ വരുമ്പോഴാണ് മറ്റൊന്നിനെ അനുകരിക്കാൻ പോകാതിരിക്കുക. അങ്ങനെ വരുമ്പോഴാണ് ഒരു സമൂഹം എന്ന നിലക്ക് അനാവശ്യ അനുകരണങ്ങളിലേക്ക് നമ്മളാകുന്ന ഒരുപാട് ആളുകൾ കൂടിച്ചേർന്നുണ്ടാകുന്ന സമൂഹം ചിന്തിക്കാതിരിക്കുക. അങ്ങനെ വരുമ്പോഴാണ് ഒരു സമൂഹം എന്ന നിലക്ക് നമ്മുടെ തനിമയിൽ നമുക്ക് ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുക. ബാലാമണി അമ്മയുടെ വളരെ പ്രശസ്തമായ വരികളുണ്ട്. തനിയെ നടക്കുക, തനിയെ നടക്കുക, സ്വന്തം വഴി വെട്ടുക, നിന്നിഴൽ പോലും നിന്നെ തുണക്കാത്ത നേരത്തും നിന്നിലെ വെളിച്ചം നിനക്ക് വഴി കാണിക്കട്ടെ. നിന്റെ നിഴൽ പോലും നിന്നെ തുണക്കാത്ത നേരത്തും നിന്നിലെ വെളിച്ചം നിനക്ക് വഴി കാട്ടട്ടെ. സ്വാതന്ത്ര്യമാണ് നിന്റെ ശ്വാസം, തനിമയാണ് നിന്റെ അലങ്കാരം. നാം നമ്മെ തിരിച്ചറിയേണ്ടതുണ്ട്, നാം നമ്മുടെ പൊട്ടൻഷ്യൽ തിരിച്ചറിയേണ്ടതുണ്ട്, നാം നമ്മുടെ യുണീക്ക്നെസ്സിൻ്റെ തനിമയുടെ വലിപ്പം തിരിച്ചറിയേണ്ടതുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച എംബ്രിയോ, ഒരു ഭ്രൂണത്തിൻ്റെ ഒന്നാമത്തെ കോശം, ആ ഭ്രൂണത്തിൻ്റെ ഒന്നാമത്തെ കോശത്തിന് സൈഗോട്ട് എന്ന് പറയും. നമ്മുടെ ശരീരത്തിലെ ഏതൊരു തരം കോശമായി മാറാനും കഴിവുള്ള, സാധ്യതയുള്ള, പൊട്ടൻഷ്യലുള്ള കോശമാണ് സൈഗോട്ട് എന്നുള്ള കോശം. ആ സൈഗോട്ടിൽ നിന്നാണ് തലച്ചോറിലെ ന്യൂറോൺ ഉണ്ടാകുന്നത്, ആ സൈഗോട്ടിൽ നിന്നാണ് കിഡ്നിയിലെ നെഫ്രോൺ ഉണ്ടാകുന്നത്, ആ സൈഗോട്ടിൽ നിന്ന് തന്നെയാണ് നമ്മുടെ മസിലുകളിലെ കോശം ഉണ്ടാകുന്നത്, അവിടെ നിന്ന് തന്നെയാണ് നമ്മുടെ തൊലിപ്പുറത്തുള്ള കോശം ഉണ്ടാകുന്നത്. ഇങ്ങനെ ഒരേ സമയം എന്തുമായും മാറാൻ പൊട്ടൻഷ്യലുള്ള ഒരൊറ്റ കോശത്തിൽ നിന്നാണ് മനുഷ്യൻ എന്ന ഈ വലിയ ഓർഗാനിസം, ഈ ഒരു ജീവി ഇവിടെ വളർന്നു വലുതാകുന്നത്. ആ ഒരു പൊട്ടൻഷ്യലിനെ നമ്മൾ പറയുന്ന പേരാണ് ടോട്ടി പൊട്ടൻഷ്യൽ എന്ന്. ഇങ്ങനെ ഓരോ മനുഷ്യനും സോഷ്യലി ടോട്ടിപ്പൊട്ടൻ്റ് ആണ്. ഇങ്ങനെ ഓരോ മനുഷ്യനും അവൻ്റെ സാധ്യതകളെ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് സമൂഹത്തിലെ ഏതറ്റം വരെയും വളരാനുള്ള
പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളതാണ്. നേരത്തെ എംബ്രിയോയിലുള്ള പോലെ ഭ്രൂണത്തിലെ ഒരു കോശത്തിന് മറ്റനേകം കോശങ്ങളായി മാറാൻ സാധ്യതയുള്ളതുപോലെ തന്നെ ഏതൊരു മനുഷ്യരും ഏതൊരു കുട്ടിക്കും തൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി അനേകം വിഭാഗത്തിലേക്ക് അനേകം സാധ്യതകളിലേക്ക് വളരെ കൃത്യമായി യാത്ര ചെയ്യാനുള്ള കഴിവുള്ള സോഷ്യലി പ്രോട്ടിപ്പൊട്ടൻ്റായ ആളുകളാണ് മനുഷ്യരെന്ന് പറയുന്നത്. അത് തിരിച്ചറിയാൻ നാം തയ്യാറാകണമെന്നുള്ളതാണ്. അതാണ് നമ്മുടെ യുണീക്ക്നെസ് എന്ന് പറയുന്നത്. ജോൺ എലിയ എന്ന ഉറുദു പോയറ്റ് വളരെ ഭംഗിയായി ഇക്കാര്യം പറയുന്നുണ്ട്. മേംബി ബഹുത് അജീബുഹു, മേംബി ബഹുത് അജീബുഹു. എൻ്റെ കാര്യം വളരെ ആശ്ചര്യമാണ്, എൻ്റെ കാര്യം വളരെ ആശ്ചര്യമാണ്. മനുഷ്യൻ എന്ന അർത്ഥത്തിൽ എൻ്റെ കാര്യം വളരെ ആശ്ചര്യമാണ്. ഇത്തന അജീബുഹു കി, ഇത്രത്തോളം അജീബാണ്, അതായത് ആശ്ചര്യമാണെന്ന് വെച്ചാൽ ബസ് അപ്പന ആപ്കോ മിൽ സക്കാനഹി ഓർ സബ്കെ സാത്ത് ഹു. എനിക്ക് എന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. എൻ്റെ കാര്യം വളരെ ആശ്ചര്യമാണ്, എനിക്ക് എന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഞാൻ എല്ലാവരുടെ കൂടെയും സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഞാൻ എല്ലാവരെയും കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, എൻ്റെ പോലത്തെ ആളുകളുടെ ഗുണങ്ങൾ കാണുന്നുണ്ട്, അവരുടെ ദൗർബല്യങ്ങൾ കാണുന്നുണ്ട്. എന്നെ തിരിച്ചറിയാൻ എനിക്ക് സാധിക്കുന്നില്ല, എൻ്റെ സ്വന്തത്തെ അറിയാൻ സാധിക്കുന്നില്ല, എൻ്റെ പോസിറ്റീവ് വശങ്ങൾ അറിയാൻ സാധിക്കുന്നില്ല, എൻ്റെ കഴിവുകളെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല, എൻ്റെ ദൗർബല്യങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഒരു മനുഷ്യൻ എന്ന അർത്ഥത്തിൽ എന്നെ തിരിച്ചറിയാൻ സാധിക്കുമ്പോഴാണ് എനിക്ക് ഞാനാവാൻ സാധിക്കുക. എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുമ്പോഴാണ് എനിക്ക് ഞാനായി നിലനിന്ന് പോകാൻ സാധിക്കുക. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ വളരെ പ്രശസ്തമായ വരികളുണ്ട്. നാം സ്വന്തമായി വഴിവെട്ടിപ്പോവേണ്ടവരാണ്. ഓരോ മനുഷ്യരും തൻ്റെ യുണീക്ക്നെസ് മനസ്സിലാക്കി തൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി സ്വന്തമായി പോവേണ്ടവരാണ്. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ വളരെ പ്രശസ്തമായ വരികൾ ഇങ്ങനെയാണ്: ടു റോഡ്സ് ഡൈവേർജ് ഇൻ എ വുഡ്, ടു റോഡ്സ് ഡൈവേർജ് ഇൻ എ വുഡ് ആൻഡ് ഐ ടുക്ക് ദ വൺ ലെസ് ട്രാവൽഡ് ബൈ ആൻഡ് ദാറ്റ് ഹാസ് മെയ്ഡ് ഓൾ ദ ഡിഫറൻസസ്. രണ്ട് വഴികൾ മാത്രമുള്ള ഒരു കാട്ടിൽ ഞാൻ അകപ്പെട്ടു പോയി. ആ സമയത്ത് രണ്ട് വഴികളാണ് എൻ്റെ മുന്നിലുള്ളത്. അധികം ആളുകളും യാത്ര ചെയ്യാത്ത വഴി ഞാൻ സെലക്ട് ചെയ്തു. അധികം ആളുകളും സഞ്ചരിക്കാത്ത പാത, അധികം ആളുകളും യാത്ര പോവാത്ത പാത, അത് ഞാൻ സെലക്ട് ചെയ്തു. അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ എല്ലാ ഗുണപരമായിട്ടുള്ള മാറ്റങ്ങളുടെയും വ്യത്യാസങ്ങളുടെയും തുടക്കമെന്ന് റോബർട്ട് ഫ്രോസ്റ്റ് നമ്മോട് പറയുന്നുണ്ട്. നാം സ്വന്തം വഴിവെട്ടിപ്പോവേണ്ടവരാണ്. ആരും സഞ്ചരിക്കാത്ത പാതയായിരിക്കാം, ആരും ഏറ്റെടുക്കാത്ത വെല്ലുവിളികളായിരിക്കാം, ആരും ഏറ്റെടുക്കാത്ത ഉത്തരവാദിത്തങ്ങളായിരിക്കാം. അതിൽ നാം പിടിച്ച് മുന്നോട്ട് പോവേണ്ടതാണ്, അതനുസരിച്ച് മുന്നോട്ട് പോവേണ്ടതാണ്. അങ്ങനെ നമ്മുടെ യുണീക്ക്നെസ്, നമ്മുടെ സ്വന്തം കഴിവിനെ നാം മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് നേരത്തെ ഞാൻ പറഞ്ഞ മാക്സിമം പൊട്ടൻഷ്യലിലേക്ക് ഓരോ മനുഷ്യനും വികസിക്കുക. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ചുറ്റുമുള്ള ഓരോ മനുഷ്യരും നാം ഈ പറയുന്ന രൂപത്തിലുള്ള സർഗാത്മകതയുടെ വികാസം പ്രാപിച്ച മനുഷ്യരായി മാറുക. അതിന് നാം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ തുറന്നു വെക്കേണ്ടതുണ്ട്. നമ്മുടെ കണ്ണുകളെയും നമ്മുടെ കാതുകളെയും അതിനുവേണ്ടി പര്യാപ്തപ്പെടുത്തേണ്ടതുണ്ട്. നാം മനുഷ്യരെ കാണേണ്ടതുണ്ട്, നാം മനുഷ്യരെ കേൾക്കേണ്ടതുണ്ട്. അവരുടെ പ്രശ്നങ്ങളുടെ, അവരുടെ രോദനങ്ങളെ, അവരുടെ പ്രയാസങ്ങളെ, അസുഖബാധിതരുടെ പ്രശ്നങ്ങളെ നിരന്തരം നിരീക്ഷിക്കേണ്ടതുണ്ട്. അങ്ങനെ നിരീക്ഷിച്ച് അതിനുവേണ്ടി തിരിച്ച് എന്ത് നൽകാൻ കഴിയുമെന്ന ആലോചനകൾ വീണ്ടും വീണ്ടും ചെയ്ത് നാം നമ്മുടെ കഴിവുകളെ രാഗിയെടുത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട്. അങ്ങനെ നാം മുന്നോട്ട് പോകുമ്പോൾ പിന്നോട്ടടിപ്പിക്കുന്ന പലതരം വാദങ്ങൾ വരും, നമ്മെ തളർത്താൻ വേണ്ടി പലതരം വാദങ്ങൾ വരും. നാം BU എന്നതിൽ ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മെ പിന്നോട്ട് വലിക്കുന്ന പല കാര്യങ്ങൾ വരും. അവിടെ ഇടശ്ശേരി പറയുന്ന വാക്കുകളാണ് തിരിച്ചു പറയാനുള്ളത്. അലരട്ടെ കടലുകൾ, തകരട്ടെ പാറകൾ, അലരട്ടെ കടലുകൾ, തകരട്ടെ പാറകൾ, തളരില്ല എൻ ആത്മാവിൻ വീരവീര്യം. ഞാനായി നിൽക്കും ഈ ഭൂമിയിൽ, ആർക്കും തകർക്കാനാവാത്ത ശക്തിയായി ഞാനായി നിൽക്കുമെന്ന് ഇടശ്ശേരി പാടി വെക്കുന്നുണ്ട്. ഇതാണ് നമുക്കുള്ള വേ ഫോർവേഡ് എന്ന് പറയുന്നത്. മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ അനിമലാണ്, സാമൂഹിക ജീവിയാണ്. ജൈവശാസ്ത്രപരമായി ഒരു അനിമലിൻ്റെ കോശവും മനുഷ്യൻ്റെ കോശവും തമ്മിൽ ഒരുപാട് വ്യത്യാസമില്ല. എന്താണ് മനുഷ്യനെ മനുഷ്യനാക്കുന്ന വിശേഷണങ്ങൾ എന്ന് പറയുന്നത്? അത് വിവേകമായിരിക്കാം, സ്നേഹമായിരിക്കാം, പുഞ്ചിരിയായിരിക്കാം, നേരത്തെ സൂചിപ്പിച്ച പോലത്തെ മറ്റൊരാളെ പരിഗണിക്കാനുള്ള കഴിവായിരിക്കാം. ആ കഴിവുകൾ മനുഷ്യൻ സ്വായത്തമാക്കിയെടുക്കുന്നതിനെ നാം പൊതുവിൽ പറയുന്ന പേരാണ് സംസ്കാരം എന്ന് പറയുന്നതും സർഗാത്മകത എന്ന് പറയുന്നതും. നമ്മുടെ വരയും കലയും പറച്ചിലും സംസാരവും എഴുത്തും കുറിയും സാഹിത്യവും സാഹിത്യോത്സവമെല്ലാം
മനുഷ്യനെ ഒന്നുകൂടി മെച്ചമുള്ള മനുഷ്യരാക്കാൻ വേണ്ടിയാണ്. ഒന്നുകൂടി സർഗാത്മകമായ അപരനെ പരിഗണിക്കുന്ന, മറ്റൊരാളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ചെവി കൊടുക്കുന്ന, മറ്റൊരാൾക്ക് വേണ്ടി ചിന്തിക്കുന്ന, ഞാനല്ലാത്ത ഒരാൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരെ കണ്ടെത്താനാണ്. ആരാണ് ഞാനല്ലാത്തയാൾ? ഞാനല്ലാത്തയാൾ എൻ്റെ വീടുകളിലുണ്ട്, എൻ്റെ അയൽപക്കത്തുണ്ട്, എൻ്റെ നാട്ടിലുണ്ട്, ഞാൻ സഞ്ചരിക്കാത്ത ഇടങ്ങളിലുണ്ട്, എൻ്റെ രാജ്യത്തിൻ്റെ അതിർത്തിക്കപ്പുറത്തുണ്ട്, ഞാൻ കാണാത്തവരിലുണ്ട്, എൻ്റെതല്ലാത്ത മതം വിശ്വസിക്കുന്നവരിലും എൻ്റെതല്ലാത്ത രാഷ്ട്രീയം പറയുന്നവരിലുമുണ്ട്. ഇങ്ങനെ ഞാനല്ലാത്തവരുടെ പ്രശ്നം കൂടി എൻ്റെ പ്രശ്നമായി മാറേണ്ടതുണ്ട്. അവർക്ക് കൂടി ചിന്തിക്കാൻ എനിക്ക് സാധിക്കേണ്ടതുണ്ട്. അതനുസരിച്ച് വികസിക്കേണ്ടതുണ്ട്. അതിന് ഒരു വ്യക്തി എന്ന അർത്ഥത്തിൽ നാം നമ്മുടെ കഴിവുകളെ രാഗിമിനിക്കേണ്ടതുണ്ട്. നാം നമ്മുടെ കഴിവുകളെ മനസ്സിലാക്കി, അതിൻ്റെ യുണീക്ക്നെസ്സിൻ്റെ ശാസ്ത്രം മനസ്സിലാക്കി, അതിൻ്റെ യുണീക്ക്നെസ്സിൻ്റെ സാമൂഹികത മനസ്സിലാക്കി, അതിനെ വികസിപ്പിച്ച് അതനുസരിച്ച് വിശാലാർത്ഥത്തിൽ മനുഷ്യനെന്ന നിർവചനത്തെ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് ഒറ്റവാക്കിൽ നമ്മുടെ പ്രമേയം നമ്മോട് വളരെ ലളിതമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാം ബി യു എന്നതിലേക്ക് ശ്രമിക്കണം. നമ്മുടെ യുണീക്ക്നെസ് മനസ്സിലാക്കി അതിനുവേണ്ടി നാം ശ്രമിക്കണം. ബി യു, ഫൈൻഡിങ് യുണീക്ക്നെസ് എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെ ഓരോ മനുഷ്യരും അവൻ്റെ യുണീക്ക്നെസ്സിലേക്ക്, അതർത്ഥത്തിലേക്ക്, ഓരോ വ്യക്തിയിലേക്ക് വികസിക്കുമ്പോഴാണ് ഒരു സമൂഹം എന്ന അർത്ഥത്തിൽ നാം ഒരു ഐഡൻറ്റിറ്റിയുള്ള, സ്വത്വമുള്ള, ലക്ഷ്യബോധമുള്ള വലിയ സമൂഹമായി മാറുക. അതിനേക്കുള്ളൊരു പ്രചോദനം എന്ന അർത്ഥത്തിലാണ് വയലത്തൂർ ഡിവിഷൻ സാഹിത്യോത്സവ് ഈ പ്രമേയം നമ്മുടെ മുന്നിൽ വെച്ചിട്ടുള്ളത് എന്ന് മാത്രം സാന്ദർഭികമായി പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.